മദർഹുഡ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് അല്ലേ? പക്ഷെ ആ ഒരു സെർട്ടൻ പോയിന്റ് ഓഫ് ടൈമിൽ അമ്മമാർ അനുഭവിക്കുന്ന സൈലന്റ് സ്ട്രഗിൾസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? യെസ്, ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ചില ടൈമിൽ നമ്മൾക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് അല്ലേ? നമ്മൾക്കും കരയാൻ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഈ ഒരു അവസ്ഥയൊക്കെ ഭയങ്കര സിവിയർ ആയിരിക്കും. ചിലപ്പം ഭയങ്കര ഇമോഷണൽ ആയിരിക്കാം, ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആൻസൈറ്റി ആയിരിക്കാം, ഇറിറ്റേഷൻ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വാവയായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡിറ്റാച്ച്ഡ് ആവും. ചില അമ്മമാർക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറ്റബോധം ഫീൽ ചെയ്യും. അതുപോലെ ഓരോ ഫാമിലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പ്രഷർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അതുപോലെ കുട്ടിയെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ അമ്മയെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടുള്ള സപ്പോർട്ടും കെയറുമാണ് നമ്മൾ ആ ഒരു സർട്ടൻ ടൈമിൽ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കേൾക്കുക. എന്താ പറയാനുള്ളത് എന്ന് കേൾക്കുക. പകരം നീ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിനക്കൊരു ബേബി ആയില്ലേ എന്നുള്ളൊരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യരുത്. പകരം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ കേൾക്കുക. സിവിയർ ആയിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് മാറുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൗൺസിലറോടോ തെറാപ്പിസ്റ്റിനോടോ സംസാരിക്കാവുന്നത്. ഡെയിലി ടാസ്കിൽ ഹെൽപ്പ് ചെയ്യുക. വീട്ടിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയുടെയും കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിസിറ്റേഴ്സ് വരുമ്പോൾ കുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ ബോഡിയെക്കുറിച്ച് അല്ലെങ്കിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച് കോമൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ ലിമിറ്റ് ചെയ്യുക. ചില സമയങ്ങളിൽ കമ്പാനിയന് കൂടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കുഞ്ഞിനെ ബേബി സിറ്റ് ചെയ്യാൻ ആരെങ്കിലും നിർത്തുക. ആ ഒരു സമയത്ത് അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാം. സെൽഫ് കെയർ എൻകറേജ് ചെയ്യുക. സ്വന്തമായിട്ട് റെസ്റ്റ് എടുക്കുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ബേബി സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂടെ നിർത്തുക. എവറി മദർ ഡിസേർവ്സ് ലവ്, റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട്, സ്പെഷ്യലി ഡ്യൂറിംഗ് ദ ഫേസ് ഓഫ് പോസ്റ്റ്പാർട്ടം റിക്കവറി.